ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും. അതൊരു ഉദാഹരണം, പണ്ടെല്ലാം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു സിനിമയുടെ ഫാൻസ് അസോസിയേഷന്റെ ഒരു മറവുമുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടിയിൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഉള്ളിൽ പോകില്ല, ജയിലിൽ പോകില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യമെല്ലാം കഴിഞ്ഞുപോയ കാര്യം ഷൈൻ ടോം ചാക്കോയ്ക്ക് നേരം വെളുക്കാത്തത് കൊണ്ടോ അദ്ദേഹം അത് ഇപ്പോഴും മയക്കത്തിലായതുകൊണ്ടോ അറിയാത്തതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഞാൻ പറയട്ടെ, കേരളത്തിൽ ആ കാലം കഴിഞ്ഞുപോയി. കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അക്കാര്യത്തിൽ കൃത്യമായ നീതി നടപ്പിലാക്കുന്ന വളരെ കൃത്യമായിരുന്ന നിലപാട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ട്. പറയട്ടെ ആ ഗവൺമെന്റ് അത് സംബന്ധിച്ച് വളരെ വ്യക്തമായി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും, നിലപാടെടുക്കും. ഒന്ന്. രണ്ട്, ഈ ചലച്ചിത്ര പ്രവർത്തകർക്ക് അവരുടേതായ ഒരു നിലപാടെടുക്കണമല്ലോ. എന്താണ് ചലച്ചിത്ര പ്രവർത്തകരുടെ ഇക്കാര്യത്തിലെ നിലപാട്? ഇപ്പോ ഒരു നടി ഇത് പറയേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ശരിയല്ല. മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ലഹരി ഉപയോഗിക്കുന്നവർ ആരൊക്കെ എന്ന് ഡയറക്ടേഴ്സിന് അറിയില്ലേ? സഹപ്രവർത്തകരായ നടീനടന്മാർക്ക് അറിയില്ലേ? എന്തേ അവരാരും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല? അങ്ങനെയുള്ളവർ നിർമ്മാതാക്കൾക്ക് അറിയില്ലേ? ഇൻഡസ്ട്രിക്ക് അറിയില്ലേ ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന്? ഇത് ഇപ്പൊ കേരളത്തിൽ രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിൽ ജനങ്ങളാകെ ഒരു ജനകീയമായ ക്യാമ്പയിൻ, മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളെ കാണുന്നു, മുഖ്യമന്ത്രി തന്നെ ലീഡ് ചെയ്യുന്ന ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ലഹരിക്കെതിരെ. അത് നീഡ് ഓഫ് ദി അവർ എന്നെല്ലാം പറയുന്ന പോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ആർക്ക് അഭിപ്രായത്തിലാത്തൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ പ്രമുഖരുടെ റോൾ എന്താണ്, നിലപാടെന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരെല്ലാം ഇങ്ങനെയുള്ളവരെ ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല, വേണ്ട, മറ്റെല്ലാം എന്തെല്ലാം കാര്യത്തിനാണ് ഇവിടെ വിലക്കേർപ്പെടുത്തുന്നത്? എന്തെല്ലാം കാര്യത്തിനാണ് അത് ഈ സിനിമാ സംഘടനകൾ വിലക്കേർപ്പെടുത്തുന്നു? ചെറിയ ചെറിയ കാര്യത്തിന്, ഈഗോ ക്ലാഷിന് ഒക്കെ നിങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അതൊന്നുമല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം ദുഷ്പ്രവണതകൾ ഉണ്ട് എങ്കിൽ, ദുഷ്പ്രവണത എന്നുള്ള വാക്കത് പോരാ, ലഹരി ഉപയോഗിക്കുന്നവർ, ആ ലഹരി ഉപയോഗിക്കുന്ന ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ അടിമകളായ ആളുകൾ സിനിമാ ഇൻഡസ്ട്രിയിലുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്ന് പറയാൻ മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് തയ്യാറാകണം. ഇല്ലെങ്കിൽ ജനം നിങ്ങളെ തിരിച്ചറിയും, ജനം അണിനിരക്കും. ഒരു ടൈം ചോദിക്കുന്നത് അദ്ദേഹത്തെ പിടിച്ചിട്ട് ഡീഹൈഡ്രേഷൻ സെന്ററിൽ കൊണ്ടുവരുന്ന അഭിപ്രായമുണ്ട്. കാരണം ഇങ്ങനത്തെ നിലപാടെ കാണുന്നുണ്ട്. ഇപ്പൊ അതിപ്പോ ഇവിടെ കൊണ്ടുപോകണം എന്താണ്? ഞാനിപ്പോ ഞാനതിൽ പറയുന്നതിനകത്തും വ്യക്തമല്ല, അത് പറയേണ്ട കാര്യമില്ല. അത് എവിടെ കൊണ്ടുപോകണമെന്നുള്ളതൊക്കെ നിയമപരമായും ആരോഗ്യപരമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എന്റെ ഏരിയ അല്ല എവിടെയാണ് കൊണ്ടുപോകേണ്ടത് എന്താണെന്നുള്ളത്. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അവർക്കൊരു പ്രൊട്ടക്ഷനും കിട്ടില്ല. ആ കാലം കഴിഞ്ഞു പോയി എന്നുള്ള കാര്യം മറന്നുപോയി. സഖാവ് പിണറായിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഈ പറയുന്ന ഷൈൻ ടോം ചാക്കയേക്കാൾ പ്രബലർ, മലയാള ഇൻഡസ്ട്രിയിലെ പ്രബലർ ജയിലിനകത്തേക്ക് കൊണ്ടിട്ടിട്ടുണ്ട്.